ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു സ്പൈസി കലത്തപ്പം നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റിയാക്കി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും നല്ല സ്വീറ്റായിട്ടുള്ള കലത്തപ്പം നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിൽ തയ്യാറാക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബീഫോ മട്ടനോ ഏത് ഉപയോഗിച്ചിട്ടും നമുക്ക് സ്പൈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനിവിടെ റൈസ് കുക്കറിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് അടിയിലൊന്നും കരിയാണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഇഫ്താറിന് നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വയനാടൻ കൈമയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു അരമണിക്കൂർ മാത്രം വെക്കുന്നത്. അപ്പോൾ ബസുമതി റൈസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൈസൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വെക്കുന്ന സമയത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ബസുമതി റൈസൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തു. അതിലേക്ക് ഒരു സബോള. അപ്പോൾ ഞാനിതിവിടെ ഒരു മീഡിയം സൈസ് സബോളയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സബോള എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒരു 200 ഗ്രാം ചിക്കന് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെറുതായി ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ സബോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. വേറെ മസാല പൗഡറൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ വേവിച്ച് വെച്ചേക്കണേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടും ചെറിയ പീസാക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിവിടെ പൊരിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ സബോളയിൽ നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അരി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിരവി വെച്ചേക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ അരിയുടെ അളവിൽ തന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം ചോറാണ്. അപ്പോൾ നമ്മൾ ചോറ് ഏത് അരിയുടെ ചോറാണോ നമ്മൾ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിവിടെ പാലക്കാടൻ മട്ടയാണ് എടുക്കാറ്. അപ്പോൾ പാലക്കാടൻ മട്ട അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ട് വേവിച്ചേക്കുന്നത്. സബോള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതടിക്കുമ്പോൾ ഉപ്പിടാനായിട്ട്. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു അയവിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പാത്രമാണിത്. റൈസ് കുക്കറിൻ്റെ ഉള്ളിലത്തെ പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ചിക്കന് പകരം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിളും വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ മട്ടനോ ബീഫ് എന്ത് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്യാം. ക്യാരറ്റും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പാത്രം നമ്മൾ റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക.
ഇനി നമുക്ക് ഇത് നമുക്ക് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇത് പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ റൈസ് കുക്കർ എന്നുള്ള മോഡിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കീപ്പ് വാം എന്നുള്ള മോഡിലേക്ക് മാറിക്കോളും. അപ്പോൾ ഇത് അധികം ചൂടൊന്നും ആവില്ല. പിന്നെ നമുക്ക് വെന്തിട്ടില്ല എന്ന് തോന്നിയാൽ വീണ്ടും റൈസ് കുക്കർ എന്നുള്ള മോഡിലേക്ക് നമുക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഇത് തയ്യാറായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് അടിയിലൊന്നും പിടിക്കില്ല നമുക്ക്. അതിനുശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് തിരിച്ചിടാം. അപ്പോൾ മറിച്ചിടുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ സബോളയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇത് ആദ്യം തന്നെ ഇത് കുക്കറിൽ ഒഴിക്കുന്ന സമയത്ത് അടിയിൽ കുറച്ച് സബോളയൊക്കെ നമുക്ക് ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട്, സബോളയും അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് അടിഭാഗം ഇതേപോലെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.